So welcome back to our channel. So നമ്മൾ module 1 operating systemത്തിലെ module 1 complete ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള module 2 ആണ്. module 2 mainly പഠിക്കാനുള്ള ടോപ്പിക് വന്നിട്ട് നമ്മൾ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൂടുതലും പ്രോസസ് റിലേറ്റഡ്, അതായത് പ്രോസസ്സിൻ്റെ മാനേജ്മെൻറ്റ്, പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്, PCB പഠിക്കാനുണ്ട്, പിന്നെ പ്രോസസ് ഷെഡ്യൂളിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ IPC, അങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് module 2 നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ നമുക്ക് module 2 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്നാണ്. സോ വാട്ട് ഈസ് എ പ്രോസസ്സ്? ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോസസ്സിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ പ്രോസസ് സ്റ്റേറ്റ് എന്താണ്. ഇത് 3 ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ പഠിക്കും. പ്രോസസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കും, പിന്നെ പ്രോസസ് സ്റ്റേറ്റിനെ കുറിച്ചും പഠിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് എന്താണ് ആദ്യം പ്രോസസ് മാനേജ്മെൻറ്റ് നോക്കാം. സോ പ്രോസസ് മാനേജ്മെൻറ്റ് അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു പ്രോസസ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? പ്രോസസ്സ് അല്ലേ. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? പ്രോസസ്സ്. സോ ദ പ്രോസസ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാം എക്സിക്യൂഷനിലുള്ള ഒരു പ്രോഗ്രാമിനെ പറയുന്ന പേരാണെന്ത്? പ്രോസസ്സ്. എക്സിക്യൂഷനിലുള്ള ഒരു പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് പ്രോസസ്സ്. A process need resources, CPU time, memory, files and input output. So പ്രോസസ്സിന് റിസോഴ്സസ് വേണമല്ലേ. റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ പ്രോസസ്സിന് ആവശ്യമുള്ള റിസോഴ്സസ് മെയിൻലി എന്തായിരിക്കും? CPU ടൈം, മെമ്മറി, ഫയൽസ് ആൻഡ് ഇൻപുട്ടോ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരിക്കും അവർക്ക് നീഡ്ഫുൾ ആയ റിസോഴ്സസ്. പിന്നെ ഈ റിസോഴ്സസ് ഒക്കെ അലോക്കേഷൻ, അതായത് റിസോഴ്സസ് അലോക്കേറ്റഡ് ടു ദ പ്രോസസ് ഐദർ വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓർ വൈൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. സോ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ ടൈമിലുള്ള പ്രോഗ്രാമാണ് പ്രോസസ്സ്. അപ്പോൾ ഈ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും ഈ റിസോഴ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. ആ 2 പോയിന്റാണ് ഈ പ്രോസസ് മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളൂ. സോ പ്രോസസ് മാനേജ്മെൻറ്റിൽ മെയിൻലി എന്തൊക്കെ റിസോഴ്സസ് ഒരു പ്രോസസ്സിന് നീഡ്ഫുൾ ആയിട്ടുണ്ട്, അതുപോലെ ഈ റിസോഴ്സസ് എവിടെയൊക്കെ അലോക്കേഷൻ ചെയ്യുന്നു, ഏതൊക്കെ ടൈമിലാണ് അലോക്കേറ്റ്, ബിഫോർ എക്സിക്യൂഷൻ ഓർ ആഫ്റ്റർ എക്സിക്യൂഷൻ, ഈ കാര്യങ്ങളാണ് മെയിൻലി പ്രോസസ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. നമുക്കിനി മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോസസ് സ്റ്റേറ്റ് എന്താണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് സ്റ്റേറ്റ്. നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് പ്രോസസ് സ്റ്റേറ്റ് എന്താണെന്നാണ്. സോ പ്രോസസ് സ്റ്റേറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനിലുള്ള പ്രോഗ്രാമാണ് പ്രോസസ്സ്. അപ്പോൾ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് എക്സിക്യൂട്ട്സ് ഇറ്റ് ചേഞ്ചസ് ദ സ്റ്റേറ്റ്. അതായത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുന്ന ടൈമിൽ അത് എന്ത് ചെയ്യും? സ്റ്റേറ്റ് ചേഞ്ച് ആവും. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറും. അതാണ് ഈ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. സോ ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് മാറും നമുക്ക് പറയാം. അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ട് ഈസ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ് ഇസ് ഡിഫൈൻഡ് ബൈ ദ കറണ്ട് ആക്ടിവിറ്റി ഓഫ് ദാറ്റ് പ്രോസസ്. ആ പ്രോസസ്സ് ഇപ്പോൾ എന്ത് ആക്ടിവിറ്റിയിലാണോ നിൽക്കുന്നത് ആ കറണ്ട് ആക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്. ആ പ്രോസസ്സ് എന്ത് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് അത് അതിൻ്റെ കറണ്ട് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. സോ എന്തൊക്കെ സ്റ്റേറ്റിലൂടെയാണ് ഒരു പ്രോസസ്സ് കടന്നു പോകുന്നതെന്ന് നോക്കാം. മൊത്തത്തിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് 5 സ്റ്റേറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 5 സ്റ്റേറ്റിൽ കൂടെയാണ് ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് വന്നിട്ട് നമുക്ക് ന്യൂ എന്ന ഫസ്റ്റ് സ്റ്റേറ്റ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ പുതിയതായിട്ട്, അതായത് പുതിയതായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും. സോ ന്യൂ സ്റ്റേറ്റിലാണ് മെയിൻലി എന്ത്? ദ പ്രോസസ് ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ ന്യൂ സ്റ്റേറ്റിലായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്മിറ്റ്. അതായത് ന്യൂ സ്റ്റേറ്റിൽ നിന്ന് ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തിട്ട് അത് അഡ്മിറ്റഡ് ടു റെഡി സ്റ്റേറ്റിലോട്ട് പോകും. ആരോ കണ്ടോ? റെഡി സ്റ്റേറ്റിലോട്ടാണ് പോകണം. ആരോ കണ്ടോ? ഇറ്റ് ഈസ് അഡ്മിറ്റഡ് ടു റെഡി സ്റ്റേറ്റ്. നമ്മൾ റെഡി സ്റ്റേറ്റിലോട്ടോ. ഈ റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂഷൻ നടക്കുന്നത് റെഡി സ്റ്റേറ്റിലാണ്. ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് അല്ല, റെഡി സ്റ്റേറ്റിൽ ഈ ഒരു പ്രോസസ്സറിനെ അസൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നത് റെഡി സ്റ്റേറ്റിലാണ്. റെഡി സ്റ്റേറ്റിൽ വന്ന് റെഡി ആയിരിക്കും. ഒരു പ്രോസസ്സറിനെ അസൈൻ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് റെഡി സ്റ്റേറ്റിലാണ്. ഈ റെഡി സ്റ്റേറ്റിൽ നിന്ന് ഷെഡ്യൂളർ ഡിസ്പാച്ച് വഴി നമുക്ക് എന്ത് ചെയ്യും? റണ്ണിങ് സ്റ്റേറ്റിലോട്ടോ. റണ്ണിങ് സ്റ്റേറ്റിലാണ് സത്യം പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് എന്താണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി റണ്ണിങ് സ്റ്റേറ്റിൽ പോകാം. ആ റണ്ണിങ് സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് വന്നാൽ, അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അവിടെ വന്നാൽ അതെന്ത് ചെയ്യും? ഉടനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. അതാണ് ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഇൻപുട്ടോ ഔട്ട്പുട്ട് ഡിവൈസ് വന്നാൽ അതെന്ത് വെയിറ്റിംഗ് സ്റ്റേജിലോട്ടോ. ഈ വെയിറ്റിംഗ് സ്റ്റേജിൽ ഈ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇവൻറ്റ് കംപ്ലീഷൻ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ വെയിറ്റിംഗ് സ്റ്റേജ് എങ്ങോട്ട് പോകാം? റെഡി സ്റ്റേജിലോട്ട് പോകാം. കണ്ടോ? ആരോ മാർക്ക് കണ്ടോ? അങ്ങനെ നമുക്ക് എന്ത് റെഡി സ്റ്റേജിലോട്ടും പോകാൻ പറ്റും. അതാണ് ഈ കൊടുക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ
അതായത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ സ്റ്റേറ്റിലാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡി സ്റ്റേറ്റിലായിരിക്കും ഈ പ്രോസസ്സ് എന്ത് ചെയ്യുക, ഒരു പ്രോസസ്സറിന് വേണ്ടി അസൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഈ റെഡി സ്റ്റേറ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കൂ. എന്നിട്ട് ഷെഡ്യൂളർ ഡിസ്പാച്ച് വരെ നമ്മൾ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോയി. റണ്ണിങ് സ്റ്റേറ്റിലാകുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ആവും. അതേസമയം അവിടെ ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് വന്നാൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് ഈ റണ്ണിങ് തിരിച്ചു പോവുകയും ചെയ്യും. ആ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഇവൻറ്റ് കംപ്ലീഷൻ കഴിഞ്ഞാൽ വീണ്ടും റെഡി സ്റ്റേറ്റിൽ പോകും. പിന്നെ വീണ്ടും ഷെഡ്യൂളർ ഡിസ്പാച്ച് വരെ നമുക്ക് എങ്ങോട്ട് പോകാം, റണ്ണിങ്ങിലോട്ട് പോവാം. റണ്ണിങ്ങിൽ പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ ഇത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ സ്റ്റേജാണ് ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റേജ്. ടെർമിനേറ്റ് സ്റ്റേജ് ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞില്ലേ, അതായത് പ്രോസസ് കംപ്ലീഷൻ നടക്കുന്നത് ടെർമിനേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു റണ്ണിങ് സമയത്ത് എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നാൽ അത് വീണ്ടും എന്താവും, റെഡി സ്റ്റേറ്റിലോട്ടായിരിക്കും പോവുക. സോ റണ്ണിങ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇൻട്രപ്റ്റ് വന്നാലും അത് റെഡി സ്റ്റേറ്റിൽ പോകും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് പറയാനുള്ള പ്രോസസ് സ്റ്റേറ്റ്. ഈ ഒരു ഡയഗ്രാമത്തെ പറയുന്നത് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് സ്റ്റേറ്റ് എന്താണെന്നും പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് മനസ്സിലായോ? ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പല പല സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് ഓരോ സ്റ്റേജ് മാറും. ഓക്കെ, ഓരോ ടൈമിൽ റിസോഴ്സസ് എടുക്കുമ്പോൾ ഓരോന്നും അതിൻ്റെ സ്റ്റേജസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ന്യൂ സ്റ്റേറ്റ്, പിന്നെ റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റ്. ഇതിന് ഫുൾ ഡെഫിനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഈസ് ബീൻ ക്രിയേറ്റഡ്. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. റണ്ണിങ് സ്റ്റേറ്റിലാകുമ്പോൾ എന്ത്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന റണ്ണിങ് സ്റ്റേറ്റിലും. വെയിറ്റിംഗ് നമ്മൾ പറഞ്ഞു, പ്രോസസ് ഈസ് ബീൻ വെയിറ്റഡ് ഫോർ സം ഇവൻറ്റ് ടു ഒക്കേഴ്സ്. എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ, അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റ് എന്താണ്, പ്രോസസ് ഈസ് ബീൻ വെയിറ്റഡ് ടു ബി അസൈൻ ടു എ പ്രോസസ്സർ. ഒരു പ്രോസസ്സറിന് അസൈൻ ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നതാണ് റെഡി. അതിൽ റെഡി ആയിരിക്കുകയാണ് അസൈൻ ചെയ്യാൻ വേണ്ടി, അതാണ് റെഡി. ടെർമിനേറ്റഡ് സ്റ്റേറ്റ് എന്താണ്, പ്രോസസ് ഹാസ് ഫിനിഷ്ഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും, ടെർമിനേറ്റഡ് സ്റ്റേറ്റിൽ പോകും. സോ മൊത്തത്തിൽ നമുക്ക് 5 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 5 പ്രോസസ് സ്റ്റേറ്റ്സ് വരെയായിരിക്കും ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് റണ്ണിങ്, സ്റ്റാർട്ടിങ് ക്രിയേഷൻ തൊട്ട് എക്സിക്യൂഷൻ വരെ ഈ ഒരു ഡയഗ്രാമത്തിൽ കൊടുത്തിരിക്കുന്ന പോലെയായിരിക്കും അതിൻ്റെ ഫ്ലോ ഓഫ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇതാണ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ പ്രോസസ് സ്റ്റേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സോ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ